ജയൻ തരംഗം BC അടിച്ച കാലത്ത് ശക്തമായി തന്നെ നിലകൊണ്ട രണ്ട് നടന്മാരായിരുന്നു, അന്നത്തെ യുവ നടന്മാരായിരുന്നു സോമനും സുകുമാരനും. ജയൻ തരംഗത്തിലും അവർക്ക് കാലിടറിയില്ല എന്നുള്ളത് ശ്രദ്ധേയം. ജയൻ ആകസ്മികമായി അന്തരിച്ചപ്പോൾ സോമനും സുകുമാരനും ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്നും ഇരുവരും മലയാള സിനിമയെ നിയന്ത്രിക്കുമെന്നും കരുതിയവർ ഏറെ. പക്ഷേ ജയൻ മരിച്ചതിന് ശേഷം 2 വർഷം പോലും സിംഹാസനം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ശങ്കറും രവീന്ദ്രനും മമ്മൂട്ടിയും മോഹൻലാലും രതീഷും ഒക്കെ കടന്നു വന്നപ്പോൾ ഇവർക്ക് പിൻവാങ്ങേണ്ടി വന്നു സൂപ്പർ താര പദവിയിൽ നിന്ന്. നായകനിൽ നിന്ന് സഹനടന്മാരായി ഇവർ മാറി. പിന്നീട് വില്ലൻ വേഷങ്ങൾ ചെയ്തു. എന്തുകൊണ്ടാണ് സോമനും സുകുമാരനും ഇത് സംഭവിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സോമനും സുകുമാരനും അനിഷേധ്യരായ നടന്മാരാണ്, നല്ല അഭിനയകല കൈവശമുള്ളവർ. സോമൻ അനായാസ്യതയുടെ കലയാണെങ്കിൽ സുകുമാരൻ ഡയലോഗ് വീരനാണ്. സുകുമാരൻ്റെ ഡയലോഗ് ഡെലിവറി വളരെ ശ്രദ്ധേയവുമാണ്. ഇരുവരും കാഴ്ചയിലും സുന്ദരന്മാർ. പക്ഷേ ജയൻ മരിച്ചതിനു ശേഷം ഇരുവർക്കും സിംഹാസനം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. എതിരില്ലാതെ ഇവർ വാഴുമെന്ന് എഴുതിയ പത്രപ്രവർത്തകർക്കും തെറ്റി. മമ്മൂട്ടിയും മോഹൻലാലും ഉയർന്നു വന്നപ്പോൾ സഹതാരങ്ങളായും അച്ഛൻ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും ഇവർക്ക് അഭിനയിക്കേണ്ടി വന്നു. ഈ 2 നടന്മാർക്കും ആയുസ്സും കുറവായിരുന്നു. സുകുമാരൻ 48ാമത്തെ വയസ്സിലാണ് അന്തരിക്കുന്നത്. സോമൻ 56ാമത്തെ വയസ്സിലും. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഒരു കലാകാരൻ അച്ചടക്കമുള്ളവനായിരിക്കണം. അച്ചടക്കമില്ലായ്മയാണ് ഈ 2 നടന്മാർക്കും വിനയായി മാറിയത്. 2 പേരും ശരീരത്തെ ശ്രദ്ധിച്ചില്ല. ആഘോഷത്തിമിർപ്പുകളിൽ മതിമറന്നു. അങ്ങനെയാണ് ഇരുവരും ഔട്ടായി പോയത്. ഇരുവരും ശരീരത്തെ ശ്രദ്ധിച്ചില്ല. എക്സസൈസ്, ഡയറ്റ് ഇതിലൊന്നും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇവർ സിനിമാഭിനയത്തെ കണ്ടത് ഒരാഘോഷമായിട്ടാണ്. എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും സിനിമാഭിനയത്തെ കണ്ടത് ഡെഡിക്കേഷനായിട്ടാണ്. അത് അവരുടെ ജീവിത ഉപാധിയായിട്ടാണ്. ജയൻ മരിച്ച ശേഷം താൻ സൂപ്പർ സ്റ്റാറായി മാറുമെന്ന് ശ്രീകുമാരൻ തമ്പി അടക്കമുള്ള സംവിധായകരോട് പറഞ്ഞതൊക്കെ ശ്രീകുമാരൻ തമ്പി അനുസ്മരിച്ചിട്ടുണ്ട്. ജയൻ മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന, പ്രേം നസീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടനും സുകുമാരനായിരുന്നു. സുകുമാരൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമെന്ന് കരുതി, പക്ഷേ ഒന്നുമായില്ല. ജയൻ മരിച്ചതിന് ശേഷം സുകുമാരൻ്റെ സിനിമകൾ കുറച്ചൊക്കെ ഹിറ്റായെങ്കിലും പിന്നീട് അങ്ങോട്ട് സുകുമാരന് ഓൺമാൻ ഷോയിൽ സിനിമ ഹിറ്റാക്കാൻ സാധിച്ചില്ല. സോമൻ്റെ കാര്യവും അങ്ങനെയായിരുന്നു. സോമന് ജയൻ മരിച്ച ശേഷം കുറേ സിനിമകൾ കിട്ടി, പക്ഷേ സോമൻ്റെ ഒൺമാൻ ഷോയിൽ ഹിറ്റായ സിനിമകൾ കുറവായിരുന്നു. ഇരുവർക്കും അഭിനയ സിദ്ധി ഉണ്ടായിരുന്നു. ഇരുവരും നല്ല നടന്മാരായിരുന്നു. പക്ഷേ എങ്ങനെ അഭിനയത്തെ ജീവിതമായി കരുതണം എന്നുള്ളത് അവർ മറന്നുപോയി. സരസ്വതിയും ലക്ഷ്മിയും ഒരിടത്തിരിക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സരസ്വതിയെയും ലക്ഷ്മിയെയും ഒരുമിച്ചിരുത്താൻ സാധിക്കും. അത് കലാകാരന്മാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. സോമനും സുകുമാരനും മദ്യപാനവും പുകവലിയും ഒക്കെ ശീലിച്ചിരുന്നു. ആ ദുശീലങ്ങൾ അവരെ ദുശീലത്തിന് അടിമയാക്കി മാറ്റിയിരുന്നു. കൃത്യമായി എക്സസൈസ് ചെയ്യാൻ അവർ തയ്യാറായില്ല. കൃത്യസമയത്ത് സെറ്റിലെത്താൻ ഇരുവരും വിമുഖത കാട്ടി. ഇങ്ങനെ ജോലിയിലും ജീവിതത്തിലുമുള്ള അച്ചടക്കമില്ലായ്മ ഇരുവരെയും സിനിമയിൽ നിന്ന് അകറ്റി. അതാണ് ഇരുവരുടെയും തകർച്ചയ്ക്ക് കാരണം. പ്രേം നസീർ പോലും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സിനിമയില്ലാതെ നിൽക്കേണ്ട ഒരവസ്ഥ വന്നു, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുവർണകാലത്ത്. അപ്പോഴൊക്കെ സോമനും സുകുമാരനുമൊക്കെ സൈഡ് റോളുകളിലും വില്ലൻ റോളുകളിലും ഒതുങ്ങി. ഇത് അവർ സ്വയം വരുത്തി വെച്ച വിന തന്നെയായിരുന്നു. കാരണം അവർ സിനിമയെ
ജീവിത ഉപാധിയായി കണ്ടില്ല. സിനിമയെ തിമിർപ്പിനുള്ള ഉപാധിയായി കണ്ടു. അതാണ് രണ്ടുപേരുടെയും തകർച്ചയ്ക്ക് കാരണം. മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യമായ അഭിനയശേഷി സോമനും സുകുമാരനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. വൈവിധ്യമാർന്ന റോളുകൾ ചെയ്യുന്നതിൽ അവരുടെ ആകാരം തടസ്സമായിരുന്നു. എന്നാൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ചെയ്യാൻ പറ്റാത്ത റോളുകൾ ഇവർ ചെയ്തിട്ടുമുണ്ട്. സുകുമാരൻ വാരിക്കുഴി, ബന്ധനം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചത് നോക്കുക. ഏതോ ഒരു സ്വപ്നത്തിൽ അഭിനയിച്ചത് നോക്കുക. വളരെ മനോഹരമായ അഭിനയമായിരുന്നു സുകുമാരൻ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സോമൻ ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിൽ കാണിച്ച അഭിനയ പാടവം അത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ അത്രയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ കഴിയില്ല. ഇരുവർക്കും സോമനും സുകുമാരനും നല്ല അഭിനയകല ഉണ്ടായിരുന്നു. അഭിനയകലയുടെ ഭാവഭേദങ്ങൾ അവർക്ക് സുദൃഢമായിരുന്നു. പക്ഷേ അവർ സരസ്വതിയെയും ലക്ഷ്മിയെയും ഒരേപോലെ കൊണ്ടുപോകുന്നതിൽ വിജയിച്ചുവെങ്കിലും സമ്പാദ്യമൊക്കെ അവർ ഉണ്ടാക്കി. പക്ഷേ കലയിൽ ഉന്നതിയിലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അത് അവരുടെ വീഴ്ച തന്നെയാണ്. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും വയസ്കരായി മാറി. ഒരുപാട് പ്രായം തോന്നിച്ചു അവരുടെ മുഖങ്ങളിൽ. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും യൗവനത്തിൻ്റെ പ്രതീകങ്ങളായി മാറി. സുകുമാരനൊക്കെ ജീവിതത്തെ എറിഞ്ഞുടച്ചു എന്ന് തന്നെ പറയാം. മദ്യപാനവും പുകവലിയും ഒക്കെ സുകുമാരൻ്റെ വീക്ക്നെസ് ആയിരുന്നു. സോമനും അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും. സോമൻ്റെ അമിത മദ്യപാനത്തെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സോമനും സുകുമാരനും തമ്മിലുള്ള സൗഹൃദമാണ്. ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും അന്യോന്യം ബഹുമാനിച്ചിരുന്നു. ഇരുവരും മരിച്ചതും അടുത്തടുത്താണ് എന്നുള്ളത് ശ്രദ്ധേയം. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയപ്പോൾ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളായിരുന്ന സോമനും സുകുമാരനും വീഴ്ചകളിൽ നിന്ന് വീഴ്ചകളിലേക്ക് പോയി. മദ്യവും മറ്റ് ലഹരികളും ഒക്കെ അവരുടെ ജീവിതത്തെ താറുമാറാക്കി മാറ്റി. അവർ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി കലയെ ഉപയോഗിച്ചു. അല്ലെങ്കിൽ സോമനും സുകുമാരനും കുറച്ചു കാലം കൂടി ഒരു 85 വരെയെങ്കിലും നായകന്മാരായി നിൽക്കുമായിരുന്നു. മമ്മൂട്ടി മോഹൻലാലും കുറച്ചും കൂടെ വൈകുമായിരുന്നു നായക നിരയിൽ വളർന്നു വരാൻ. പക്ഷേ അതിന് കഴിഞ്ഞില്ല ഈ 2 നടന്മാർക്കും, ഈ 2 സൂപ്പർ താരങ്ങൾക്കും. അതാണ് ഇരുവർക്കും പറ്റിയ വീഴ്ച. സോമനും സുകുമാരനും ഒരുമിച്ച് പല ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ശ്രദ്ധേയമായ ചിത്രങ്ങളുമാണ്. ജേസിയുടെ തുറമുഖം അടക്കമുള്ള ചിത്രങ്ങൾ, സ്ഫോടനം അടക്കമുള്ള ചിത്രങ്ങൾ, ഇതൊക്കെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദവും ശ്രദ്ധേയമാണ്. പക്ഷേ കലയെ ഉപാസിക്കുമ്പോൾ അതുപോലെ മദ്യത്തെ ഉപാസിക്കരുത്. അതുപോലെ അച്ചടക്കം, അത് വളരെ പ്രാധാന്യമാണ് സിനിമയിൽ എന്നല്ല ഏതു രംഗത്തും.